ഇങ്ങനെ തിരക്കിട്ട് എവിടെ പോകുന്നതെന്നായിരിക്കും ആലോചിക്കുന്നത് അല്ലേ? നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു ഫിലിമിന് ബുക്ക് ചെയ്ത കഥയായിരുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഫിലിം റിലീസാവുന്ന അന്ന് തന്നെ കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. വേറെ ആരുമല്ല, നിവിൻ പോളി. സർവമായ കഴിഞ്ഞ ഒരു എഫക്റ്റിലായിരുന്നു ഇത്രയും നാളും. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആയിരുന്നു ബേബി ഗേളിൻ്റെ റിലീസ്. അപ്പോൾ ഒന്നും ഓർത്തില്ല, നമ്മൾ ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരു പടം കാണാൻ പോകുന്നതിന് മുമ്പ് റിവ്യൂവോ അല്ലെങ്കിൽ ട്രെയിലറോ കാണുന്ന ശീലം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് നിവിൻ പോളി മെയിൻ റോളായിട്ട് ചെയ്യുന്ന പടമായിരിക്കുമെന്ന്. പക്ഷേ ഈ ഫിലിമിൽ നിവിൻ പോളി ചെയ്തേക്കുന്ന ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പടം കൊള്ളത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പടം അടിപൊളിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഒരു ഇമോഷണൽ കണക്ട് ആവുന്ന ഒരു പടം തന്നെയാണ് ബേബി ഗേൾ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് അടിപൊളിയാണ്. അവർ എൻഗേജ് ആയിട്ട് ഇരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ലാഗെന്നും ഞാൻ പറയുന്നില്ല, എന്നാലും കൂടുതൽ ക്യാരക്ടേഴ്സും സെക്കൻഡ് ഹാഫിലായിരുന്നു വരുന്നത്. അവിടെ ആയിരുന്നു നമ്മുടെ മെയിൻ ക്യാരക്ടറായ നമ്മുടെ ലിജോ മോളും സംഗീതം വരുന്നത്. അവർക്ക് കൊടുത്ത ക്യാരക്ടർ നല്ല വൃത്തിക്കും നല്ല ഇമോഷണലായിട്ട് നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ തന്നെ അവർ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞൊരു സ്പോയിലറാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കണ്ടാലേ അത് കറക്റ്റായിട്ട് കണക്ട് ആവത്തുള്ളൂ. നിങ്ങളൊരു ഇമോഷണൽ പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം എല്ലാ രീതിയിലും കണക്ട് ആവുന്ന ഒരു പടം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ക്ലൈമാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് എതിർപ്പുകൾ കാണും. കുറച്ചും കൂടെ ഈ കാലഘട്ടത്തിനുള്ള പടം പോലെ എടുക്കാമായിരുന്നു, ക്ലൈമാക്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് വരും. എനിവേ അതൊക്കെ മാറ്റി വെച്ച് ഇതൊരു ഫിലിമാന്ന് മാത്രം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫിലിം, നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈനർ തന്നെയാണ്. കിഡ്സിൻ്റെ കൂടെയൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ്. നോ വൾഗർ സീൻസ് ഒന്നുമല്ല, ഫുൾ ആൻഡ് ഫുൾ ഒരു ഇമോഷണൽ കണക്റ്റുമായിട്ടുള്ള പടം ബേബി ഗേൾ. തീർച്ചയായിട്ടും ഈ വീക്കെൻഡ് 3 ദിവസം അവധിയുണ്ട്, എല്ലാവരും പോയി കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരു ഫിലിം പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ആകും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.